പിന്നെ ഈ പറഞ്ഞ ഈ കളിയാക്കിയ വ്യക്തികൾ ഞങ്ങളെ വീട്ടിലെ ആൾക്കാരെ മാത്രമല്ല, റോഡ് സൈഡിലൂടെ നടന്നു പോണ വ്യക്തികളെ വരെ എത്ര വളരെ മോശമായ രീതിയിലാണ്, അതായത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് എത്ര മോശമായ രീതിയിലാണ് ഇവർ കണ്ടത് ഇത്രയും കാലം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ഈ വ്യക്തികൾ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോണ. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിലിപ്പോൾ ഇവരിങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്നെ അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാൻ, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാമെന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാം. പക്ഷേ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മൾ നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പനിച്ച് കടന്നു തുടങ്ങി. അപ്പം ഏതൊക്കെ തരത്തിൽ ഇവരെന്നെ കോൺടാക്ട് ചെയ്തു, അതിനൊക്കെ പടച്ചോൻ ഇന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിൻ്റെ മേൽക്കാരുമില്ലല്ലോ. അപ്പോൾ പടച്ചോൻ ഇന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ബാക്കിൽ ചിന്തിച്ച് നോക്കി, ഒരു സംഭവത്തിലും പടച്ചോൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ് ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവൻറ്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്താണ്, അത് എടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ, ഈ നോമ്പ് തുറവിന്നും ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പടച്ചോൻ നമ്മളെന്ത് ചെയ്തു, തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ സംഭവങ്ങളിൽ നിന്നും ഇവരായിട്ട് എന്ത് ബന്ധം വരുന്ന കാര്യത്തിൽ നിന്നും പടച്ച റബ്ബ് എന്ത് ചെയ്തു, നമ്മളതിന്ന് ഒഴിവാക്കി തന്നു. അപ്പോൾ അത് ഞാൻ വലിയൊരു ബർക്കത്തായിട്ട് കാണുന്നത്. കാരണം അതിനെങ്ങനെ പടച്ചവനോട് എനിക്ക് നന്ദി പറഞ്ഞാൽ തീരുന്നല്ല. കാരണം ഞാൻ മനസ്സുകൊണ്ട് സ്വന്തം എടുത്ത ഡിസിഷൻസ് അല്ല. ഞാനിപ്പോൾ ഇതൊക്കെ പോയോക്കിയാലോ എന്നുള്ളത് എനിക്ക് വിചാരിച്ചിരുന്നത്. കാരണം ഇവരിങ്ങനെ നിൽക്കാണ്ട് വിളിക്കുമ്പോൾ നമുക്ക് ചെന്ന് നോക്കാം, കുറേ നമ്മളെ വിളിക്കണമല്ലേ, കോൺടാക്ട് ചെയ്യണമല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ തടസ്സം പടച്ചോൻ തരുമ്പോഴും അതിനൊക്കെ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ദൈവം നേരത്തെ മുൻകൂട്ടി ഇതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും ഇന്നവിടെ എത്തിക്കാഞ്ഞതും ഞങ്ങളെല്ലാവരും അവരായിട്ടൊരു ബന്ധത്തിന് നിർപ്പിക്കാഞ്ഞതും. അപ്പോൾ അത് വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ പടച്ചവനോട്, സർവ്വശക്തനോട് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ, അങ്ങനെ അവരുടെ കൂടെ ഒരു ബന്ധം കിട്ടാത്തതിന്. അപ്പോൾ ഇനി യാതൊരു തരത്തിലുള്ള ബന്ധം പോയിട്ട് ഈ ചെയ്ത കാര്യങ്ങൾക്ക് ഇവരോട് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത കാര്യം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണേ. സമയമെടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഇതാക്കണം എന്ന് പറയണ പോലെയല്ല. എന്ത് സംഭവത്തിനും ഇതിനൊരു ഒരു ടൈമുണ്ട്. അതുപോലെ ഇത് സംഭവങ്ങൾ തെളിയണം. ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളും വരുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ നിയമവശങ്ങൾ കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് എന്തായാലും വിട്ടൊഴിയൂല. ഇത് നമ്മൾക്ക് കൃത്യമായ എവിഡൻസുകൾ ഉള്ളതാണ്. ഇപ്പോൾ ഇവർ AI വോയിസാണ്, അതായത് ഞങ്ങളെയൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് ഏക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ, ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിൻ്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണം എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ AIക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ AIക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കമുണ്ട്, ഞങ്ങളെ ശബ്ദം AIക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം.
നമ്മൾ ഒരു പാട്ട് ഫുള്ളി AI ജനറേറ്റർ ഒരു പാട്ട് നമ്മൾ ഇറക്കാം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ സൗണ്ടിൽ, ക്രിസ്ത്യാനോൻ്റെ സൗണ്ടിൽ, മെസ്സിൻ്റെ സൗണ്ടിലൊക്കെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതിൽ സംഗതികൾ വരുന്ന ഭാഗം, അതായത് പാട്ടിൽ നീട്ടി പോകേണ്ട ഭാഗങ്ങളിലൊക്കെ ഡെസിബൽ കാര്യങ്ങൾ, അതായത് ഈ രീതികളൊക്കെ മാറും AI ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും വരാതെ നമ്മളെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഭംഗിയുള്ള പാട്ട്, അതായത് മാറ്റങ്ങളും മാറ്റൊലികളൊക്കെ ഉള്ളൊരു പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഒരു AIൻ്റെ പുറകിലുണ്ട്. അതായത് ഇതുവരെ നമുക്ക് പറ്റുന്നില്ല. അതായത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു AI വോയിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ സ്വന്തം വോയിസ്, ഞാനിപ്പോൾ ഒരുപാട് അതിൽ ഇതൊക്കെ കൊടുത്തിട്ടും എന്താക്കാൻ പറ്റുന്നില്ല, അതൊരു പാട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഏറ്റവും പെയ്ഡായിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിലിരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AI ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂപ്പർ ചാറ്റിൻ്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ AI ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ലൈവ് ഇട്ട ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ വരെ സൂപ്പർ ചാറ്റിൽ 10-20 ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് അറിയണില്ല അവർക്ക്, ഇത് എവിടെ നിൽക്കിയത് ഓഫ്. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് തപ്പാണ്. അപ്പോൾ ഇത്രയും അന്തല്ലാത്തൊരു ടീമിന് ഇത്ര വലിയൊരു AI, അതായത് AI ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ചിലപ്പം LKG കുട്ടികളോ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഉള്ള ഒരു 5ാം ക്ലാസ്, ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പം പറ്റുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ AI ആണ് എന്ന് വിശ്വസിക്കാം. എനിക്ക് തോന്നണില്ല അന്നം തിന്നണ ഏതൊരു മനുഷ്യനും AI ആണ് വിശ്വസിക്കാൻ പറ്റും. അതൊരിക്കലും തെളിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ ഒരുപാട് പോയി കഴിഞ്ഞാൽ ഓഡിയോ എഞ്ചിനീയേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. ഓഡിയോ എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ വോയിസ് മൊത്തം, അതായത് സ്ക്രീൻ റെക്കോർഡ് ഇട്ട കോപ്പിയല്ല, ഏത് ഫോണിലാണോ ഇവർ റെക്കോർഡ് ചെയ്തത് ആ ഫോണിൽ നിന്ന് കിട്ടിയ ഡോക്യുമെൻ്റ് കോപ്പി നമ്മളെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് AI പതിപ്പുകളല്ല, AI വിഷയങ്ങളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, പതിപ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, കൂടുതൽ പറയാനില്ല.